ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതായ ഒരു ചെമ്മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതെൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ വളരെ നന്നായിട്ട് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാമെന്ന്. കുറച്ച് മാറ്റങ്ങളൊക്കെ ഞാൻ വരുത്തിയിട്ടുണ്ട്, പക്ഷെ നല്ല സൂപ്പർ കറിയാണ്. ഇപ്പോൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ചെമ്മീൻ കറിയുടെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് മറക്കാതെ ക്ലിക്ക് ചെയ്തോളൂ. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടാൻ ഈസി ആയിരിക്കും. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഈ ചെമ്മീൻ കറിക്ക് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കുറച്ച് പുളി ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കണം. ഞാനിവിടെ വാളംപുളിയിലാണ് ഈ കറി ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുടംപുളിയിലും ചെയ്യാം. അപ്പോൾ ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള വാളംപുളി ഞാനിവിടെ കുറച്ച് വെള്ളത്തിലൊന്ന് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് മാറ്റി വയ്ക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ കറിയിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം. അരപ്പെന്ന് പറയുമ്പോൾ അരച്ചെടുക്കാനല്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കേ വേണ്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 10-12 ചെറിയ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3-4 വെളുത്തുള്ളി ഉണ്ട്, 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഈ ചെറിയ ഉള്ളിക്ക് പകരം നിങ്ങൾക്ക് സവാള ഉപയോഗിക്കാം. സവാള ഉപയോഗിക്കുമ്പോൾ ഒരു ചെറിയ സവാള എടുത്താൽ മതിയാവും. പക്ഷേ ഈ കറിയിലേക്ക് ചെറിയ ഉള്ളിയാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അതുകൊണ്ടാണ് ഞാൻ ചെറിയ ഉള്ളി തന്നെ എടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ പച്ചമുളകിൻ്റെ കാര്യം നമ്മുടെ എരിവിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. നമ്മളിതിൽ മുളക് പൊടിയൊക്കെ ഇനി ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഓരോരുത്തർ എരിവിനനുസരിച്ച് എത്ര എണ്ണ വേണ്ടെന്നുള്ളത് നമുക്ക് തന്നെ തീരുമാനിക്കാം. അപ്പോൾ ഇനി ഇതെല്ലാം കൂടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലോ അല്ലെങ്കിൽ ഒരു കല്ലിലോ ഒന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം കൂടി ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഈ ചെമ്മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചട്ടിയിൽ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഒരു 1/4 കിലോ ചെമ്മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ ക്വാണ്ടിറ്റിയിലുള്ള കറിയാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടിയിട്ടുള്ള മിക്സ് ഉണ്ടല്ലോ, ആദ്യം അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതിനുശേഷം ഒരു 3.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയുടെ അളവ് നമ്മുടെ എരിവിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ നമുക്ക് 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി ചേർക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. എന്നിട്ടത് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കാം. നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാം. ഇപ്പം നമ്മുടെ മീനും പിന്നെ അരപ്പും അതുപോലെ തന്നെ പൊടികളും എല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പുളി ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരത്തെ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന പുളി ഞാനൊരു 1.5 കപ്പ് വെള്ളത്തിൽ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം സ്റ്റൗവിൽ വെച്ചിട്ട് നമുക്ക് ഈ മീനൊന്ന് വേവിച്ചെടുക്കാം. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു മീൻ കറിയാണ്. പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. അപ്പോൾ ഇനി ഇതൊന്ന് അടച്ചു വെച്ചതിന് ശേഷം കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ചെമ്മീൻ വേവ് കുറഞ്ഞുള്ള മീനായതുകൊണ്ട് ഇതിപ്പോൾ ഏകദേശം പകുതി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിലെ ചാറൊന്ന് കുറുകി വരുന്നവരെ തുറന്ന് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. മറ്റുള്ള മീൻ മാതിരി അത്ര പെട്ടെന്ന് പൊടിഞ്ഞു പോണൊരു മീനല്ലല്ലോ ചെമ്മീൻ. അപ്പോൾ നമുക്ക് കയ്യിൽ വെച്ച് ഇളക്കി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കറിയിലെ ചാറൊക്കെ നന്നായി കുറുകി മീനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് ഉപ്പ് പോരാൻ തോന്നുന്നുണ്ടെങ്കിൽ ഉപ്പ് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് 1 കപ്പ് കട്ടി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. കട്ടി തേങ്ങാപ്പാൽ എന്ന് പറയുമ്പോൾ തേങ്ങയുടെ 1/4 പാൽ അത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 2-3 മിനിറ്റ് ചെറിയ തീയിലിട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അധികം തിളപ്പിക്കേണ്ട, ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. കൂടുതൽ നേരം തിളപ്പിക്കുമ്പോൾ ഈ കറി പിരിഞ്ഞു പോവും, തേങ്ങാപ്പാൽ ചേർത്ത കാരണം. അപ്പോൾ കാരണം ജസ്റ്റ് ഒന്ന് തിളയ്ക്കുന്നേ വേണ്ടുള്ളൂ. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊന്ന് താളിച്ച് ചേർക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 10 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ തേങ്ങാപ്പാൽ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണല്ലോ, വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്